കോന്നിയിലുണ്ടായ ക്വാറി അപകടത്തിൽ കാണാതായ അതിഥി തൊഴിലാളിയുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെയായിരുന്നു തെരച്ചിൽ പുനരാരംഭിച്ചത്. എക്സ്കവേറ്റർ എത്തിച്ചുകൊണ്ടുള്ള രക്ഷാദൌത്യമാണ് ഫലം കണ്ടിരിക്കുന്നത്. അവിടെ ക്വാറിയിൽ കുടുങ്ങിക്കിടന്ന ഹിറ്റാച്ചിയുടെ ക്യാബിനുള്ളിൽ തന്നെ ബീഹാർ സ്വദേശി അജയ് റോയുടെ മൃതദേഹം ഉണ്ടായിരുന്നു. കൂടുതൽ വിവരങ്ങൾ നന്ദുഷ നൽകും അവിടെ നിന്ന്. നന്ദുഷ, എന്തായാലും രക്ഷാദൌത്യം ഫലം കണ്ടിരിക്കുന്നു, മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മൃതദേഹം ഇപ്പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ദിവ്യ, മൃതദേഹം അപകടത്തിൽപ്പെട്ട എക്സ്കവേറ്ററിന്റെ ക്യാബിനുള്ളിൽ നിന്നും മുകളിലേക്ക് എത്തിച്ചു. അല്പസമയത്തിനുള്ളിൽ തന്നെ ആംബുലൻസിലേക്ക് മൃതദേഹം മാറ്റാനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് രക്ഷാ ദൗത്യ സംഘം. ഒരു നിരാശാജനകമായ കാര്യം, ജീവനോടെ അജയെ രക്ഷിക്കാനായില്ല എന്നുള്ള ഒരു വലിയ പ്രയാസം അല്ലെങ്കിൽ ഒരു വലിയ നിരാശ ഉണ്ട്. എങ്കിൽ പോലും മണിക്കൂറുകൾ നീണ്ട ഒരു തിരച്ചിലിനൊടുവിൽ, വളരെയേറെ അപകടകരമായ ഒരു തിരച്ചിലിനൊടുവിൽ അജയുടെ മൃതദേഹം കണ്ടെടുക്കാനായി എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. അജയുടെ ബന്ധുക്കൾ ഏറെ നേരം ഇവിടെ കാത്തിരിക്കുകയായിരുന്നു. മൃതദേഹമെങ്കിലും നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന ആഗ്രഹവുമായി. ഏതായാലും ആ ആഗ്രഹം അവർക്ക് ഇനി സഫലമാകും. കാര്യം, മൃതദേഹവുമായി നാട്ടിലേക്ക് മടങ്ങാനാകുമെന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ്. ഏതായാലും ഇന്നലെ 2 മണിക്കാണ്, ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് ഈ അപകടമുണ്ടാകുന്നത്. ഹിറ്റാച്ചിയുടെ ക്യാബിനിൽ ഇരിക്കുന്ന നിലയിൽ തന്നെയായിരുന്നു അജയുടെ മൃതദേഹം ഉണ്ടായിരുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ആലപ്പുഴയിൽ നിന്നെത്തിച്ച വലിയ എക്സ്കവേറ്റർ ഉപയോഗിച്ച്, അതിൻ്റെ വലിയ ബൂമുകൾ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലാണ് ഫലം കണ്ടത്. ഇന്നലെ അപകടത്തിൽപ്പെട്ട ഹിറ്റാച്ചിക്ക് മുകളിൽ ഉണ്ടായിരുന്ന പാറയുടെ കൂന പൂർണ്ണമായും മാറ്റി ക്യാബിൻ്റെ ഭാഗത്ത് നടത്തിയ തെരച്ചിലിൽ നിന്നും മൃതദേഹ ഭാഗങ്ങളാണ് ആദ്യം കണ്ടെത്തിയത്. പിന്നീട് രക്ഷാപ്രവർത്തകർ ഈ ഭാഗത്തേക്ക് റോപ്പ് വഴി ഇറങ്ങി പൂർണ്ണമായും മൃതദേഹം പുറത്തെടുത്തു. അതിനുശേഷം ആ ഹിറ്റാച്ചിയുടെ കൈ വഴി തന്നെ മുകളിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇപ്പോൾ മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റാനുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് രക്ഷാപ്രവർത്തകർ. അല്പസമയത്തിനുള്ളിൽ തന്നെ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റി പത്തനംതിട്ട ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മണിക്കൂറുകൾ നീണ്ട, ഏതാണ്ട് ഒരു ദിവസത്തിലധികം, 24 മണിക്കൂറിലധികം നീണ്ട ഒരു വലിയ രക്ഷാദൗത്യമാണ് ഒടുവിൽ ഫലം കണ്ടിരിക്കുന്നത് എന്ന് പറയാം. ഇന്നലെ ഒരു 4 മണിയോടുകൂടിയാണ് പ്രധാനമായും വലിയ രീതിയിലുള്ള സർവ്വസന്നാഹങ്ങളോട് കൂടിയുള്ള ഒരു വലിയ രക്ഷാദൗത്യം ഇവിടേക്ക് തുടങ്ങുന്നത്. തുടക്കത്തിൽ തന്നെ അജയോടൊപ്പം ഉണ്ടായിരുന്ന ഹിറ്റാച്ചിയുടെ സഹായിയായിട്ടുള്ള മഹാദേവ് പ്രതാപ് എന്ന ആളുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. അതിനുശേഷം അജയുടെ മൃതദേഹം കണ്ടെത്താനുള്ള തീവ്ര പരിശ്രമത്തിനിടെ മണ്ണിടിച്ചിലും പാറയിടിച്ചിലും ഒക്കെ ഉണ്ടായത് രക്ഷാദൗത്യ സംഘത്തിന് വലിയ വെല്ലുവിളിയായിരുന്നു. അത് പിന്നീട് അവർ ഇന്നലെ മോശം കാലാവസ്ഥയും ഈ മണ്ണിടിച്ചിലും പാറയിടിച്ചിലും ഒക്കെ സാധ്യത കണക്കിലെടുത്ത് ഇന്നലെ അവർ രക്ഷാദൗത്യം താൽക്കാലികമായി അവസാനിപ്പിച്ചത് രാവിലെ 7 മണിക്ക് തുടങ്ങുകയായിരുന്നു. 7 മണിക്കും ഈ രീതിയിൽ തന്നെ ആദ്യം രക്ഷാപ്രവർത്തകർ റോപ്പ് വഴി ഈ പറയുന്ന അജയ് ഉണ്ടായിരുന്ന ഹിറ്റാച്ചിയുടെ ക്യാബിൻ്റെ പരിസരത്തേക്ക് ഇറങ്ങുകയും മാനുവലി അവർ പാറ മാറ്റും, കല്ല് മാറ്റുമൊക്കെ ചെയ്ത് ആ ഭാഗം ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവർക്ക് അത് പൂർണ്ണമായി കഴിഞ്ഞില്ല. അത് വളരെയേറെ ഭാരമുള്ള പാറക്കല്ലുകൾ ഈ ക്യാബിന് മുകളിൽ തട്ടിയിരിക്കുന്നതിനാൽ മനുഷ്യസാധ്യമായ ഒരു കാര്യമായിരുന്നില്ല. അത് പിന്നീട് ആലപ്പുഴയിൽ നിന്നും വലിയ എക്സ്കവേറ്റർ എത്തിക്കാനുള്ള ഒരു പദ്ധതിയിലേക്ക് എത്തുകയായിരുന്നു. ആലപ്പുഴയിൽ നിന്നും വൈകുന്നേരം ഒരു 6 മണിയോടുകൂടി എക്സ്കവേറ്റർ എത്തി. ആ എക്സ്കവേറ്ററിൽ എന്തായാലും നമുക്കറിയാം, ഇന്ന് രാവിലെയൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് ഈ രക്ഷാദൌത്യത്തിനിടെ തന്നെ ഈ പാറ വലിയ രീതിയിൽ തന്നെ ഇടിഞ്ഞ് താഴേക്ക് വീഴുന്നതൊക്കെ. അപ്പോൾ അത്രയധികം ദുർഘടമായ ഒരു ദൗത്യം തന്നെയായിരുന്നു ഇന്ന് അവിടെ നടത്തിയത്. പക്ഷെ വൈകിട്ടുള്ള ഒരു തെരച്ചിൽ, എക്സ്കവേറ്റർ എത്തിച്ച് നടത്തിയ തെരച്ചിലല്ലേ ഫലം കണ്ടിരിക്കുന്നത്? ഇപ്പോൾ അജയ് റോയുടെ മൃതദേഹം ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് അജയ് റോയുടെ മൃതദേഹം പുറത്തെടുക്കാൻ കഴിഞ്ഞത്. റോപ്പ് വഴി തന്നെയായിരുന്നു, എക്സ്കവേറ്റർ വഴി തന്നെയായിരുന്നു മൃതദേഹം ഇപ്പോൾ ഇപ്പുറത്ത് എത്തിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്തായാലും അജയ് റോയുടെ കുടുംബത്തെ സംബന്ധിച്ച് വളരെ വേദനാജനകമായ ഒരു ദുരന്തം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ ഉച്ചയോടുകൂടി ഉണ്ടായ അപകടത്തിലാണ് അജയ് റോയ് ഹിറ്റാച്ചിയുടെ ക്യാബിനുള്ളിൽ അകപ്പെട്ടു പോയത്. അതിന് പിന്നാലെ തന്നെ രക്ഷാദൗത്യമൊക്കെ നടന്നിരുന്നു എങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല, അജയ് റോയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്തായാലും ഇപ്പോൾ അജയ് റോയുടെ മൃതദേഹം അവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുകയാണ്. നന്ദുഷ തുടരുന്നുണ്ട്. നന്ദുഷ, എങ്ങനെയായിരുന്നു
ഇന്നത്തെ രാവിലെ മുതൽ ഇന്നിപ്പോൾ ഈ ഒരു സമയം വരെ ഉണ്ടായ ഒരു രക്ഷാദൌത്യം അത് എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞത് കൂടിയായിരുന്നു? ദിവ്യ, അത്യന്തം സങ്കീർണമായ രക്ഷാദൗത്യമാണ് ഇന്ന് രാവിലെ 7 മണി മുതൽ ഇവിടെ നടന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടതായി വരും. കാരണം 5 മണി മുതൽ തന്നെ നമ്മളിവിടെ ഉണ്ട്. ഏതാണ്ട് 6:30 മണിയോട് കൂടി തന്നെ NDRF സംഘത്തിൻ്റെ വാഹനങ്ങൾ ഇവിടേക്ക് എത്തി, ഈ പാറക്കോറിയിലേക്ക് എത്തി. അതിനുശേഷം ഫയർഫോഴ്സ് സംഘത്തിൻ്റെ 3 വാഹനങ്ങൾ കൂടി എത്തി. ഏതാണ്ട് 48 പേരാണ് രക്ഷാദൗത്യ സംഘത്തിലുണ്ടായിരുന്നത്. ഇവർ സംയുക്തമായി തന്നെ രാവിലെ തിരച്ചിൽ ആരംഭിച്ചു. റോപ്പ് ഉപയോഗിച്ച് ഈ പാറമടയുടെ മുകളിൽ നിന്നും താഴേക്ക്, അതായത് ക്യാബിൻ അപകടത്തിൽപ്പെട്ട് കിടന്ന ആ സ്ഥലത്തേക്ക് ഇറങ്ങിയായിരുന്നു ആദ്യഘട്ടത്തിൽ തിരച്ചിൽ നടത്തിയത്. പിന്നീട് അത് ഫലം കണ്ടില്ല. കാരണം ഭാരമേറിയ പാറക്കല്ലുകൾ നീക്കം ചെയ്യാൻ രക്ഷാപ്രവർത്തകർക്ക് കഴിയാഞ്ഞതിനാൽ അത് പിന്നീട് ഉപേക്ഷിക്കേണ്ടതായി വന്നു. പിന്നീട് എക്സ്കവേറ്ററുകൾ എത്തിച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്ന കാര്യം തന്നെ ചർച്ച ചെയ്യേണ്ടതായിട്ട് വന്നു. പിന്നീട് ക്രെയിൻ കൊണ്ടുവന്ന് ഈ എക്സ്കവേറ്റർ പൂർണ്ണമായും, അതായത് അപകടത്തിൽപ്പെട്ട എക്സ്കവേറ്റർ പൂർണ്ണമായും ഉയർത്തുന്നതിനെ പറ്റി ഒരു ആലോചനയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ക്രെയിൻ പൂർണ്ണമായും ഈ പാറമടയിലെ ഇടുങ്ങിയ വഴികളിലൂടെ എത്തിക്കാനാകാത്തൊരു സാഹചര്യമുള്ളതിനാൽ ആലപ്പുഴയിൽ നിന്നും ഇപ്പോൾ നമ്മൾ, അതായത് ഈ വിജയകരമായ രക്ഷാദൗത്യത്തിന് ഉപയോഗിച്ച ഈ വലിയ ഭൂമികളുള്ള എക്സ്കവേറ്റർ എത്തിക്കുകയായിരുന്നു. ഈ എക്സ്കവേറ്റർ ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് ഫലം കണ്ടത്. ആ എക്സ്കവേറ്റർ ഏതാണ്ട് 6 മണിയോടുകൂടി ഇവിടേക്ക് എത്തി. ആ എക്സ്കവേറ്റർ പിന്നീട് കാര്യം നമുക്കറിയാം, വളരെയേറെ ഭാരമുള്ള ഒരു യന്ത്രമാണിത്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് തന്നെ ഈ പാറമടയുടെ വീതി കുറഞ്ഞ വഴിയിലൂടെയാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോയത്. കാരണം ചെറിയ വൈബ്രേഷൻ പോലും അടർന്നു വിടാനിരിക്കുന്ന പാറകളെ കൂടുതൽ വിള്ളലുണ്ടാക്കി ചിലപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് ഒരു വലിയ മലയിടിച്ചിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അത്തരം സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. എക്സ്കവേറ്റർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ അജയുടെ മൃതദേഹം കണ്ടെത്താനായി. ആദ്യഘട്ടത്തിൽ നമ്മൾ രാവിലെ മുതൽ പറയുന്നത് പോലെ തന്നെ അപകടത്തിൽപ്പെട്ട എക്സ്കവേറ്ററിൻ്റെ ക്യാബിന് മുകളിലുണ്ടായിരുന്ന പാറക്കുന പൂർണ്ണമായും മാറ്റിയുള്ള തെരച്ചിലാണ് നടന്നത്. നമുക്കിപ്പോൾ പ്രതികരണങ്ങളിലേക്ക് പോകാം. बीबी है, सबको कैसा करना हो देखो आप लोग। 3 बच्चा है, 3 बच्चा निकल गया है जी। अभी हॉस्पिटल गया। മരിച്ച അജയുടെ സഹോദരനാണ്. यार को जाना क्या करेंगे, हमारा ब्रदर है, छोटा ब्रदर है हमारा। हाँ, आपने कुछ बोलेंगे, आप कुछ नहीं बोले। ദിവ്യ, വൈകാരികമായ ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. രാവിലെ മുതൽ തന്നെ സ്വന്തം സഹോദരൻ്റെ മൃതദേഹം ലഭിക്കുന്ന സമയം കാത്തിരിക്കുകയായിരുന്നു ആ മനുഷ്യൻ. ഉച്ചയോടെ തന്നെ ഇവിടേക്ക് എത്തി വളരെ പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ പലപ്പോഴും വന്നിരുന്നത്. മാധ്യമപ്രവർത്തകരെ നമുക്ക് പോലും അദ്ദേഹത്തോട് സംസാരിക്കാൻ പലപ്പോഴും തോന്നിയിരുന്ന കാര്യം, എപ്പോഴും പൊട്ടിക്കരയുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഏതാണ്ട് ബാംഗ്ലൂരിൽ ജോലി ചെയ്തിരുന്ന ആളായിരുന്നു അജയ്. അതിനുശേഷം പിന്നീട് ഹൈദരാബാദിലേക്ക് മാറുകയായിരുന്നു. 2019 ഈ കോറിയിലേക്ക് വരുന്നത്, ചെങ്ങളത്ത് കോറിയിലേക്ക് വരുന്നത്. അദ്ദേഹം ആദ്യകാലത്ത് JCB ഓപ്പറേറ്ററായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത്. പിന്നീട് ഹിറ്റാച്ചി വർക്കിലേക്ക് മാറുകയായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. 2019 മുതൽ ഈ കോറിയിലെ തൊഴിലാളിയായിരുന്നു അദ്ദേഹം. 2 മാസം മുൻപാണ് സ്വന്തം നാട്ടിലേക്ക് പോകുന്നത്. ബീഹാറിലെ സ്വന്തം ഗ്രാമത്തിലേക്ക് പോയി ഉറ്റവരെയൊക്കെ കണ്ട് മടങ്ങിയെത്തിയത്. 2 കുട്ടികളാണ് അദ്ദേഹത്തിന്. സഹോദരങ്ങൾ പലരും കേരളത്തിൽ തന്നെ ജോലി ചെയ്യുന്നതിനാൽ അവർക്ക് പെട്ടെന്ന് ഇവിടേക്ക് എത്തിച്ചേരാനും കഴിഞ്ഞു. അപകട വിവരം അറിഞ്ഞ് രാവിലെ മുതൽ തന്നെ ഈ സഹോദരൻ ഇവിടെ വളരെ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് നമുക്ക് ചുറ്റും, ഈ അപകടം നടന്ന സ്ഥലത്തിന് ചുറ്റും തേങ്ങിക്കരഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. ഏതായാലും രക്ഷാദൗത്യം ഒടുവിൽ ഫലം കണ്ടു. നിലവിൽ അജയുടെ മൃതദേഹം കോന്നി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. നമ്മൾ അപ്പോൾ രക്ഷാദൗത്യത്തെ പറ്റി തന്നെ വീണ്ടും പറയേണ്ടതായി വരും. കാര്യം ഇന്നലെ നമ്മളിവിടെ എത്തിയപ്പോൾ വളരെയധികം ദുർഘടം നിറഞ്ഞൊരു സാഹചര്യമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. കാരണം ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തുന്നു, NDRF ഉൾപ്പെടെ ഇവിടേക്ക് എത്തുന്നു. അവരെത്തിയ സമയം തന്നെ വലിയൊരു മലയിടിച്ചിൽ ഇവിടെ ഉണ്ടാകുന്നു. ഭയപ്പെടുന്ന തരത്തിലുള്ള ഒരു സംഭവമായിരുന്നു അത്. പിന്നീട് രക്ഷാദൗത്യത്തെ അവർ പ്ലാൻ ചെയ്യുമ്പോഴൊക്കെ തന്നെ ഈ വലിയൊരു മലയിടിച്ചിലിനെ പ്രതിരോധിക്കാനുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു അപകടം കൂടി ഒഴിവാക്കാനുള്ള രീതിയിൽ മുന്നറിയിപ്പോടുകൂടിയാണ്. എന്തായാലും വളരെ ദുർഘടമായ വെല്ലുവിളികൾ നിറഞ്ഞ രക്ഷാപ്രവർത്തനം തന്നെയായിരുന്നു കോന്നിയിലെ പാറമടയിൽ നടത്തിയത്. പല രീതിയിലുള്ള രക്ഷാപ്രവർത്തനം ഫലം കാണാതെ വന്നതോടെ
യെസ്, ഇപ്പോൾ കളക്ടറുടെ പ്രതികരണത്തിൽ അപകടം പിടിച്ചൊരു ദൗത്യമായിരുന്നു അതെ അതെ ജില്ലാ ഭരണകൂടത്തിന്റെ അതെ 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 വൈകിയെങ്കിൽ കൂടി അത് തന്നെ പൂർത്തിയാക്കാൻ സാധിച്ചു. അതെ, നമ്മൾ വൈകി എന്ന് പറഞ്ഞാലും നമ്മൾ ഇന്നലെ കണ്ടതാണ്. നിന്ന സ്ഥലത്ത് നമ്മൾ റെസ്ക്യൂവിന് വേണ്ടി നിന്ന സ്ഥലത്താണ് മണ്ണിടിഞ്ഞ് വീണത്. അപ്പോൾ ഇത്തവണ നമ്മൾ രാവിലെ തുടങ്ങുമ്പോൾ ഞാൻ ഇൻസ്ട്രക്ഷൻ ഫയർഫോഴ്സിന് കൊടുത്തതെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഈ ബോഡി റിക്കവർ ചെയ്തിട്ടേ പോവുകയുള്ളൂ. അത് ഒന്ന്, പക്ഷേ മിനിമം അല്ല ഒരു കാഷ്വാലിറ്റി പോലും ഉണ്ടാവാതെ റിക്കവർ ചെയ്യാനാണ്. അപ്പോൾ തുടക്കത്തിൽ ഫയർഫോഴ്സ് ഇറങ്ങി പരിശോധിച്ചെങ്കിലും നിങ്ങൾ കണ്ടതാണ് വീണ്ടും മണ്ണിടിയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഒരു ഹ്യൂമൻ ഇൻവോൾവ്മെൻറ്റ് അവരെ ഇറക്കിക്കൊണ്ടുള്ളൊരു റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ഒരു ചെറിയ കാലതാമസം വന്നു എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ രാവിലെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഞങ്ങൾക്ക് ആലപ്പുഴയിൽ നിന്നാണ് നമ്മൾ ഈ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഹിറ്റാച്ചി, അത് വേറെ എങ്ങും ഇല്ല. പിന്നെ ഉള്ളത് എറണാകുളത്തും തിരുവനന്തപുരത്തുമാണ്. ഏറ്റവും നിയറസ്റ്റ് ആലപ്പുഴയായിരുന്നു. ആലപ്പുഴ കളക്ടറുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അതിനുശേഷം NH കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ആ ട്രെയിലറും ആ ഹിറ്റാച്ചിയും നമ്മൾ എത്തിച്ചത്. അവർ ഉച്ചയ്ക്ക് 2 മണിക്ക് പുറപ്പെട്ടിട്ട് പോലീസ് എസ്കോർട്ടോടുകൂടിയാണ് വന്നത്. എന്നിരുന്നിട്ട് പോലും എത്തുമ്പോഴത്തേന് 6 മണി കഴിഞ്ഞു. അത്രയും ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ 6 മണിയോടുകൂടിയാണ് അവർക്ക് എത്താൻ സാധിച്ചത്. പക്ഷേ അവർ വളരെ വലിയൊരു സർവീസാണ് നമുക്ക് തന്നത്. അവർ കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്തു. ആൻഡ് അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും NDRF വളരെ കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തു. ആൻഡ് ജില്ലാ ഭരണകൂടം ഒരു ഓവറോൾ സൂപ്പർവിഷൻ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു 30 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഈ ഒരു ബോഡി നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിച്ചത്. ഇത്രയും ഒരു വളരെ ശ്രമകരമായ ദൗത്യമായിരുന്നു. കാര്യം ഇപ്പോഴും അവിടെ പാറ ഇടിയുന്നുണ്ട് ഇപ്പോഴും ആ സ്ഥലത്ത്. അപ്പോൾ അതാണ് ഒരു വളരെ സന്തോഷം. ഈ ഒരു കാര്യത്തിൽ ഇങ്ങനൊരു നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, ബാക്കി കാഷ്വാലിറ്റി ഒന്നും ഇല്ലാതെ നമുക്ക് അന്വേഷണം തീർച്ചയായിട്ടും കാര്യം 1 കോറി നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. 2 ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും മീറ്റിംഗ് ഞാൻ മറ്റന്നാൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വിശദമായ അന്വേഷണം ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകും. കോറിയുമായിട്ട് പരാതികളുണ്ട് എന്ന് പറഞ്ഞു. പരാതികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് അതിൻ്റെ വേണ്ട രീതിയിലുള്ള നടപടികൾ നമ്മൾ എടുക്കുന്നതായിരിക്കും. ഈ അപകടമുണ്ടായ സ്ഥലം അത് ഈ അനുമതി കൊടുത്ത സ്ഥലത്ത് തന്നെയാണ് ഈ അപകടം സംഭവിച്ചത്. ഇല്ല, അത് നമുക്ക് ഇന്ന് ഞാനത് കൃത്യമായിട്ട് തന്നെ ജിയോളജിസ്റ്റിന്റെ ഒരു വന്ന് അളവെടുത്താൽ മാത്രമേ പറ്റുള്ളൂ. അദ്ദേഹം ഇപ്പം ഡൽഹിയിലാണ് പോയിരിക്കണം. അപ്പോൾ അദ്ദേഹം തിരിച്ചു വന്ന ഉടനെ തന്നെ നമ്മൾ അതിൻ്റെ അളവെടുത്തിട്ട് ഇവർ ഈ പറഞ്ഞിരിക്കുന്ന സോണിൽ തന്നെയാണോ പൊട്ടിച്ചിരിക്കുന്നത് അതോ എക്സ്ട്രാ എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ വ്യക്തമായിട്ട് പരിശോധിക്കുന്നതായിരിക്കും. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടി നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിൻ്റെ ബാക്കി ഫോർമാലിറ്റീസൊക്കെ നാളെ കംപ്ലീറ്റ് ചെയ്യും. അതിൻ്റെ എല്ലാ എക്സ്പെൻസും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ കോറി ഓണർ ടേക്കപ്പ് ചെയ്യണം. അവരുടെ വീട്ടിൽ കുടുംബങ്ങൾക്ക് ഉള്ള ബാക്കി കാര്യങ്ങളും കോമ്പൻസേഷനും എല്ലാം നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് ജില്ലാ ഭരണകൂടം കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. നാളെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഉടനെ എത്തിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാര്യം ഇപ്പം മരിച്ച ആൾക്കാർക്കൊക്കെ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തിക്കാനുള്ളൊരു തീരുമാനമാണ് എടുത്തത്. ഓക്കെ, താങ്ക് യു. പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് കൃഷ്ണനാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ക്വാറിയുടെ പ്രവർത്തനം സംബന്ധിച്ച് അതുപോലെ തന്നെ അപകടമുണ്ടായത് സംബന്ധിച്ച് അന്വേഷണം നടത്തും. അജയ് റോയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം നാളെ ബന്ധുക്കൾക്ക് വിട്ടുനൽകും എന്നാണ് കളക്ടറുടെ പ്രതികരണം. നമുക്ക് മറ്റു വാർത്തയിലേക്ക് മടങ്ങിയെത്താം. ഒരു ചെറിയ ഇടവേള.